ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വ്ളോഗാണ്. സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ നല്ലോണം ഒരു ഉറക്കം ഉറങ്ങി കേട്ടോ. ഒരു 9 മണി വരെ ഞാനും മിനായും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മിനാക്ക് സ്കൂളിലാത്തതും കൊണ്ട് സ്കൂളിലാത്തന്ന് ഓള് ഒരു 9 മണി വരെ എങ്കിലും ഉറങ്ങും. സ്കൂളിലാന്ന് പിന്നെ 8 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. അപ്പോൾ മുത്ത് മദ്രസ് പോയിക്കാണ്, വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഓളും മൈലാഞ്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കും ഞാൻ ഇട്ടെടുത്തു. ഞാൻ കണ്ടപ്പോൾ എനിക്കിടാൻ തോന്നി. ഇത് ബിഗ് ബി ആണ് കേട്ടോ. വേഗം ചുമക്കുകയും ചെയ്യും, അപ്പം അവിടെ തന്നെ പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിനി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അപ്പം വരുന്ന വഴിക്ക് ഞാൻ ഫാൻസി കടയിൽ കയറിയപ്പോൾ അവിടെ കുപ്പിവള കണ്ടിനു. അങ്ങനെ അവിടെ കുറച്ച് കുപ്പിവളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ കുപ്പിവള ഇടാൻ. കണ്ടപ്പോൾ ഒരു പൂതി തോന്നി, അങ്ങനെ വാങ്ങിച്ചിട്ടതാണ്. അങ്ങനെ നേരെ അടുക്കളയിൽ പോയേക്കുമ്പോഴാണ് ഉമ്മ ഇവിടെ കണ്ടിക്കേങ്ങ് ചെത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ കണ്ടിക്കേങ്ങാണ് കേട്ടോ. കണ്ടിക്കേങ്ങ് എന്നാണ് നമ്മൾ പറയൽ ഇവിടെ. അപ്പോൾ സൺഡേ ആണ് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പത്തിരി, ദോശ, നൂൽപുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് വാപ്പ ഒരു ആഴ്ചയിലൊരു ദിവസമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ കൂടുതൽ ബീഫ് വാങ്ങിക്കലില്ല, കൂടുതലും സൺഡേ മാത്രമാണ്. എല്ലാവരും ഒരുമിച്ചുള്ള ദിവസം സൺഡേ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ മുത്ത് വന്നിട്ടുണ്ടായിന്. ഓന് മദ്രസിട്ട് വന്നപ്പോൾ പിന്നെ തേങ്ങ കണ്ടപ്പോൾ തേങ്ങ ചെരുവി തിന്നാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിക്കേങ്ങ ഇതേപോലെ ഇങ്ങനെ ഉടച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അത് എന്നിട്ട് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കില്ലേ, എന്നിട്ട് അതിലേക്ക് ബീഫ് കറി ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇട്ടുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാനും അനിയനും കൂടി ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. നമ്മൾ രാവിലത്തെ ചായ ആണ് കേട്ടോ, 10 മണിക്കാണ് കുടിക്കുന്നത്. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാൻ വന്നോ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം എന്തെങ്കിലും ഓരോ മൂഡ് ചേഞ്ചാണ്. ഒന്നെങ്കിൽ ആവാണ്ട് പിന്നെ പോയി കിടക്കും, അല്ലെങ്കിൽ നാളെ എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ നീണ്ടു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് എത്രയോ കാലം മുമ്പുള്ള ഫ്രിഡ്ജാണ്. ഇപ്പോൾ ഈ ഫ്രീസറിൽ ഇങ്ങനെ കട്ട പിടിക്കാൻ എന്തുകൊണ്ടാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്നലെ രാത്രി ഞാനതിങ്ങനെ അതിൻ്റെ സ്വിച്ച് ഞെക്കിട്ടിക്കേനു. അത് അലിഞ്ഞ് തന്നെത്താലെ പോവല്ലോ, പക്ഷെ കുറേയൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുറച്ച് ഐസായി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തുറന്നിട്ടപ്പോൾ പിന്നെ ഐസ് ഇങ്ങനെ ലൂസായി വന്നപ്പോൾ പിന്നെ കൈ വെച്ചിട്ട് തന്നെ എടുത്തിട്ട് പുറത്തേക്കിട്ട്. അപ്പം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടത് കൊണ്ട് തന്നെ ഐസ് അലിയാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചില്ലേ അത് ഓണാക്കിയിട്ടപ്പോൾ ഫുള്ള് വെള്ളം എന്നിട്ടോ. രാവിലെ എണീറ്റപ്പോൾ അപ്പം ഏതായാലും ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചിട്ടേനു. അങ്ങനെ രാവിലെ ആകുമ്പോൾ പണി എടുത്തില്ല. പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഒരു 10-11 ആയപ്പോഴാണ് പിന്നെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത്. മുകളിലും അതേപോലെ ഒരുപാട് അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഉമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ താഴത്തെ പണികളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുകളിലേക്ക് കയറാനും കൂടെ ആവില്ല. അപ്പോൾ സ്റ്റെയർ കയറുമ്പോൾ ആവായിട്ട് പിന്നെ പറഞ്ഞ് അടിയത്ത് നീ ചെയ്തോ, മുകളിലൊക്കെ വൃത്തിയാക്കാം അമ്മ ചെയ്തോളാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ലോണം ജ്യൂസൊക്കെ അടിച്ച് കുടിച്ച് അതിന് ശേഷം പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വേഗം ഓടി വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല വിശപ്പുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ബീഫ് കറിയും പിന്നെ മഞ്ഞച്ചോറും ആണ്. അപ്പോൾ അതിനേക്ക് ഞാൻ ചമ്മന്തി റെഡിയാക്കാൻ നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് ആവായിട്ട് പിന്നെ അമ്മയും മൊത്തം ടയർഡായിനി. പിന്നെ വാപ്പാക്ക് പണിയുണ്ട്, വാപ്പാക്ക് വിറകൊക്കെ സെറ്റാക്കണ പരിപാടി. അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടിയിലാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ കുറച്ച് മോരുണ്ടേനി, അത് മുളകും ഉപ്പും ഇട്ടിട്ടൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മഞ്ഞച്ചോറിലേക്കാകുമ്പോൾ ഒന്നെങ്കിൽ പപ്പടോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ ഇത് കണ്ടപ്പോൾ പിന്നെ ഇതിന്മേലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ പിന്നെ മിനാക്കും മുത്തിനൊക്കെ വേഗം ചോറെടുക്കാമെന്ന് വിചാരിച്ചു. ഓല വയറ് നിറച്ചാലേ നമുക്ക് എന്തെങ്കിലും കഴിച്ചൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ പിന്നെ മിനാനെ വേഗം വിളിച്ചുകൊണ്ടുവന്ന് നോക്ക് വേഗം ഫുഡ് എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് മുത്തിനും വേഗം കൊടുത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ചോറൊക്കെ കഴിച്ച് ഞാനും മിനായും കുറച്ചൊന്ന് ഉറങ്ങും കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ഉച്ചക്കൊരു ഉറങ്ങും. ഒരു 2 മണി തൊട്ടിട്ട് ഒരു അസർ 3:30 വരെയെങ്കിലും ഉറങ്ങും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ ഓലൊക്കെ ഉള്ള ദിവസമല്ലേ.
അപ്പോൾ കുറച്ച് പഴമുണ്ട്, നമ്മൾ നാടൻ പഴമാണ് കേട്ടോ വീട്ടിലുണ്ടായേ. അങ്ങനെ അതൊന്ന് എന്താ പറയുക കായപ്പോളല്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പഴമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിക്കുന്നത് ചെറുതാക്കിയല്ലേ കട്ട് ചെയ്യേണ്ടത്, ഇത്ര വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിനോന്ന്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഈ പഴം മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്യണം തോന്നുന്നുണ്ടല്ലേ, ഞാൻ ഏതോ കാലം ഉണ്ടാക്കിയതാട്ടോ, ഒക്കെ മറന്നുപോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒന്ന് ഉണ്ടാക്കണം തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. യൂട്യൂബിലൊന്നും നോക്കിയിട്ടുമില്ല കേട്ടോ. ഇത് കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്സാണ്, അതേപോലെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ വേഗം കട്ട് ചെയ്ത് നല്ല മധുരമുള്ള പഴം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഓരോന്നോരോന്ന് എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്കൊരു 4 കോഴിമുട്ട നമ്മളെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് പിന്നെ കുറച്ച് ഏലക്കാ പൊടി ഇല്ലാത്തത് കൊണ്ട് ഏലക്ക ആണ് കേട്ടോ ഇട്ടത് ഞാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ മധുരം ഇതിൽ ചേർക്കുന്നുണ്ട്, കാരണം രണ്ടാൾക്കും നല്ലോണം മധുരം വേണം കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ട് മിനാക്ക് പുഴുങ്ങി കൊടുത്താലും അതേപോലെ വാട്ടി കൊടുത്താലും ഒക്കെ കഴിക്കൂട്ടോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മുത്ത് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ പഴം എന്ന് പറയുന്ന സാധനം പുഴുങ്ങിയാലും കഴിക്കൂല, ഇനിയിപ്പോൾ നെയ്യിലിട്ട് വാട്ടി കൊടുത്താലും കഴിക്കൂല, ആടെ ഇട്ടച്ചങ്ങ് പോവും. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് രൂപത്തിൽ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ, കഴിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുട്ടയിലേക്ക് ഞാൻ കുറച്ചൊരു പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബൗളിലൊക്കെ ഒഴിച്ച് ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത പഴമല്ല അത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അറിയുന്നത് അത് ഫുള്ളായിട്ടോ. പിന്നെ അതിൽ സ്പേസ് ഇല്ല, അങ്ങനെ പിന്നെ ബൗൾ മാറ്റേണ്ടി വന്ന്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചെറുതാക്കി പഴം കട്ട് ചെയ്യേണ്ടിയിരുന്നില്ലേ, അങ്ങനെ ആർക്കോ തോന്നി, അങ്ങനെയാണോ ശരിക്കും. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, റെഡിയായൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും എനിക്കൊരു കാണുമ്പോൾ ഒരു മൊഞ്ചായിട്ട് തോന്നാത്തത് കൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ബൗളൊക്കെ മാറ്റി പിന്നീട് ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാ പഴവും അതിലേക്ക് ഇട്ടെടുത്ത് അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് നല്ലോണം കൈ കൊണ്ടൊന്ന് ഇങ്ങനെ കുഴച്ച് കൊടുത്തിട്ടോ, ഒന്ന് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയില്ല അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ മാവില്ലേ, പഴം എല്ലാം കൂടെ ആക്കി വെച്ച ആ മിക്സ് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ശേഷമൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ ഒരു 20 മിനിറ്റൊക്കെ മതിയാവും ഇതിൻ്റെ കുക്കിംഗ്, അത്രയാണ് ടൈം. പിന്നെ എന്ന് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ പാനിൻ്റെ അടിഭാഗത്ത് ഒരു തട്ട് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി നല്ല കരിഞ്ഞു പോവും. അപ്പോൾ തട്ടൊക്കെ വെച്ച് കൊടുത്ത് ഞാനൊന്ന് മൂടി വെച്ച് അത് സിമ്മിലിട്ടിട്ട് ഞാൻ വേഗം നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അസർ നിസ്കരിച്ചില്ലേനു കേട്ടോ, എണീറ്റ് വന്ന പാടെ തന്നെ പിന്നെ ഇതിൽമേൽക്കായി. അപ്പോൾ ഇപ്പോൾ സമയം 4:45 5 മണിയാവുകയാണ്. അങ്ങനെ അതാവുമ്പോഴേക്ക് ഞാൻ നിസ്കരിച്ച് തരാമെന്ന് വിചാരിച്ച്. ഇതെന്തായാലും 10-20 മിനിറ്റ് എടുക്കല്ലോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം നിസ്കരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഫോണൊക്കെ നോക്കിയിരുന്ന് വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് കുക്കാവേണ്ടതിന്. അങ്ങനെ പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കായി വന്നപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ആവാണ്ടേന്. അങ്ങനെ അത് റെഡി ആയതിന് ശേഷം ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്ത് ചായയൊക്കെ കാച്ചി മുത്തിന് കൊടുത്ത് മിനാക്കും കൊടുത്ത്. ഈ ഫോൺ അഡിക്റ്റഡായ ആരെങ്കിലും ഉണ്ട്? ഇങ്ങനെ മുത്ത് ഭയങ്കര അഡിക്റ്റഡാണ് കേട്ടോ. ഞാൻ ഫോൺ എടുത്ത് വെക്കലാണ്. മിനാക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കണ്ടാൽ പിന്നെ അങ്ങ് ഫോൺ മാറ്റും കേട്ടോ. മറ്റവൻ അങ്ങനെയല്ല, ഭയങ്കര അഡിക്റ്റഡാണ്. എന്നിട്ട് ഫോണൊക്കെ എടുത്ത് വെക്കലാണ്. ഫുഡ് കഴിക്കുമ്പോഴേക്കും എടുത്ത് കൊണ്ടുവരും, എത്ര പറഞ്ഞാലും കേൾക്കൂല. എത്രയെന്ന് വെച്ചാൽ നമ്മൾ വായിലൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ ഓലൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ മഗ്‌രിബ് കൊടുത്ത് പഠിപ്പിക്കൽ, അങ്ങനെ ചെക്കപ്പൊക്കെ അന്നത്തെ ദിവസം അങ്ങനെ എടുത്ത് തീർന്നിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നവരേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.